Next we have to discuss cytochromes. Cytochromes എന്ന് പറയുന്നതും ഇതുപോലെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെറ്റലോപോർഫൈറിൻസ് ആണ്. അതിനകത്തും ഹീം ഗ്രൂപ്പുണ്ട്. ഹീം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫെറസും ഫെറിക്കും സ്റ്റേറ്റിലാണ് അവിടെ അയൺ കാണപ്പെടുന്നത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹിമോഗ്ലോബിനും മയോഗ്ലോബിനും ഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ചെയിനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഹിമോഗ്ലോബിൻ മയോഗ്ലോബിൻ എന്നുള്ള പേര് വന്നത്. ഇവിടെ ഈ മെറ്റലോപോർഫൈറിൻ റിങ്ങിൻ്റെ സൈഡിൽ ചില പ്രോട്ടീൻ ചെയിൻസ് ഉണ്ട്. അത് അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ടാണ് വരുന്നത്. മിക്കവാറും ഈ സൈറ്റോക്രോംസ് എന്ന് പറയുന്നത് റിഡോക്സ് ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസിൽ റിഡോക്സ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇത് കൂടുതലും ഫോട്ടോസിന്തസിസ് നടക്കുന്ന സെല്ലുകൾ, അതുപോലെ തന്നെ വളരെ ആക്റ്റീവ് സെൽസ്, ഇപ്പോൾ ഹാർട്ട് മസിൽസ്, ഫ്ലൈറ്റ് മസിൽസ് ഓഫ് ബേർഡ്സ്, ഇതിലൊക്കെയാണ് കൂടുതൽ എനർജി റിലീസ് ചെയ്യേണ്ടുന്ന എനർജി ആവശ്യമായിട്ട് വരുന്ന ആക്റ്റീവ് മസിൽസിലാണ് ഈ സൈറ്റോക്രോംസ് കൂടുതൽ കാണുന്നത്. ആ സൈറ്റോക്രോം കാണുന്നത് ആ മൈറ്റോകോൺട്രിയയിലുമാണ്, സെല്ലിലെ മൈറ്റോകോൺട്രിയയിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഈ സൈറ്റോക്രോംസ് എ, ബി, സി ഇങ്ങനെ പല ടൈപ്പ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സൈറ്റോക്രോം സി എന്ന് പറയുന്നത് നമ്മുടെ പോർഫൈറിൻ റിങ് ഉണ്ട്. പോർഫൈറിൻ റിങ്ങിൻ്റെ സെൻട്രൽ അയണുണ്ട്. അയൺ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പോർഫൈറിൻ റിങ്ങിൻ്റെ 4 പൈറോൾ പാർട്ടിൻ്റെ നൈട്രജനുമായിട്ടാണ്, ആസ് ഇൻ ദ കേസ് ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും 5th പൊസിഷൻ ഓക്യുപ്പൈഡ് ആണ്, 6th is vacant. But in cytochrome C, the 5th and 6th are also occupied. So all the 6 coordinate sites of Fe2 plus or Fe3 plus, as the case may be, are occupied by ligands or elements. Here 4 from the porphyrin ring and 1 nitrogen from a histidine part of the protein, connected protein, and another amino acid methionine, that is also part of the protein part. അതിനകത്ത് പ്രോട്ടീൻ ചെയിൻസ് ഉണ്ടാവും. അതിൽ ഒരു പ്രോട്ടീനകത്തുള്ള ഹിസ്റ്റഡീനുമായിട്ടും വേറൊരു മെത്തിയോണിൻ പാർട്ട് അമിനോ ആസിഡുമായിട്ടുമാണ് ഇത് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾടുഗദർ 4 നൈട്രജൻ ഇൻ 1 പ്ലെയിൻ ആൻഡ് 1 നൈട്രജൻ എബവ് ഓർ ബിലോ. അങ്ങനെയാണെങ്കിൽ 6th പൊസിഷൻ വേക്കൻ്റ് ആയിരിക്കും, അവിടെ ഒരു സൾഫറാണ്. അപ്പോൾ മെത്തിയോണിൻ എന്ന അമിനോ ആസിഡിൻ്റെ സൾഫർ ഒരു സൈറ്റിലും ഹിസ്റ്റഡീൻ എന്ന അമിനോ ആസിഡിൻ്റെ നൈട്രജൻ മറ്റേ സൈഡിലും, പോർഫൈറിൻ റിങ്ങിൻ്റെ 4 പൈറോൾ റിങ്ങിലെ 4 നൈട്രജൻ ഒരു പ്ലെയിനിലും, അങ്ങനെ ഹെക്സാ കോർഡിനേറ്റ് ആയിട്ടുള്ള അയണാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഫ്രീ ആയിട്ടുള്ള സൈറ്റ് ഇല്ല. അതുകൊണ്ട് ഓക്സിജനെയോ മറ്റേതെങ്കിലും സ്പീഷീസിനെയോ ബൈൻഡ് ചെയ്യാൻ ഇതിന് കഴിയില്ല. പക്ഷേ എന്നിട്ടും ഇത് റിഡോക്സ് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നു, ഇലക്ട്രോൺ ട്രാൻസ്ഫറിൽ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് ബൈ എ മെക്കാനിസം വെയർ അയൺ ക്യാൻ ബി റിവേഴ്സിബിളി ഓക്സിഡൈസ്ഡ് ഓർ Fe2 plus can be oxidized to Fe3 plus and vice versa. അപ്പം റിയാക്ഷൻ എങ്ങനെയാണ്? ഓക്സിഡേഷൻ, ഇപ്പം അയണിന് ഓക്സിഡേഷൻ നടക്കുകയാണ്. ഇപ്പോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും Fe2 പ്ലസ് ഈസ് ഗെറ്റിംഗ് ഓക്സിഡൈസ് ടു Fe3 പ്ലസ്. അതുപോലെ ഓക്സിജൻ റിലീസ് ചെയ്യുമ്പം Fe3 പ്ലസ് Fe2 പ്ലസ് ആയിട്ട് മാറും. അതല്ലെങ്കിൽ ഇലക്ട്രോൺ അഡീഷനുമായിട്ട് എടുത്താലും മതി. ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ Fe3 പ്ലസ് ആണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. Fe3 പ്ലസ് ഇലക്ട്രോൺ സ്വീകരിച്ചുകൊണ്ട് Fe2 പ്ലസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ Fe2 പ്ലസ് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്ത് Fe3 പ്ലസ് ആയി മാറും. ഈ ഒരു റിഡോക്സ് മെക്കാനിസം വഴിയാണ് ഇവിടെ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്, ഫോട്ടോസിന്തറ്റിക് പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ, അതായത് ATP ADP കൺവേർഷനിലൊക്കെ എനർജി റിലീസ് നടക്കുമ്പം ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെക്കാനിസം വരുന്നുണ്ട്. അവിടെയൊക്കെ ഇമ്പോർട്ടൻ്റ് റോളാണ് സൈറ്റോക്രോമിനുള്ളത്. അതിൽ സൈറ്റോക്രോം സി ആണ് നമ്മൾ ഈ പറഞ്ഞത്. ആ 6 കോർഡിനേഷൻ സൈറ്റും കംപ്ലീറ്റ്ലി ഫിൽഡാണ്. സൈറ്റോക്രോം എ എന്ന് പറയുന്നതിനകത്ത് ഏതാണ്ട് അയണിനെ പോലെയാണ്. 5th സൈറ്റ് ഓക്യുപ്പൈഡ് ആയിരിക്കും, 6th വേക്കൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വേക്കൻസി വരുന്നിടത്ത് ഇതുപോലെ ഒരു ഇൻട്രൂഡിങ്, നമുക്ക് ഇപ്പം സയനൈഡ് പോയ്സണിങ് എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ സയനൈഡൊക്കെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹൈലി
സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ്സ്. സയനൈഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലിഗാൻഡാണ്. എവിടെ കണ്ടാലും അയണൊക്കെ കണ്ടാലും കയറി ബൈൻഡ് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെയുള്ള സയനൈഡൊക്കെ വന്നിട്ട് ഈ സൈറ്റോക്രോമിൽ ആണ് കയറി ഓക്സിഡേഷൻ നടക്കത്തില്ല, ബയോളജിക്കൽ പ്രോസസ്സ് എല്ലാം നിലച്ചു പോകും, പോയ്സണുമാണ്. അങ്ങനെ 6th സൈഡിൽ സയനൈഡ് വന്നിട്ടാണ് സയനൈഡ് പോയ്സണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈറ്റോക്രോമിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ബ്രീഫായിട്ട് എസെൻഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ ബയോകെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. ഇത് നമുക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.